എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നിങ്ങൾ ലോകം എങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കുക. എങ്ങനെയാണ് ലോകം മുഴുവനിലേക്കും ഈ സുവിശേഷം എത്തിക്കുക? വചന പ്രഘോഷണം. നമുക്കറിയാം, എല്ലായിടത്തും വചന പ്രഘോഷണവുമായി കടന്നു ചെല്ലാൻ നമുക്ക് എപ്പോഴും സാധിക്കുകയില്ല. എന്നാൽ 2 മാധ്യമങ്ങളിലൂടെ അടിസ്ഥാനപരമായി എപ്പോഴും നമുക്ക് സുവിശേഷവുമായി കടന്നു ചെല്ലാവുന്നതാണ്. അതാണ് ഒന്ന്, മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ ഇവിടുന്ന് മൊബൈൽ ഫോൺ 10-11 പ്രാവശ്യം ഒന്ന് ഞെക്കിയാല് അല്ലെങ്കിൽ പ്രസ് ചെയ്താല് ലോകത്തിന്റെ അതിർത്തികളിലേക്ക് നമ്മുടെ സംസാരം എത്തിച്ചേരും. മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ TV-യിലൂടെ. അതിനേക്കാൾ വേഗത്തിൽ യേശുവിന്റെ നാമത്തിന്റെ അനന്തയോഗ്യതയിൽ പിതാവേ, കോടാനുകോടി മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പാപമോചനം അയക്കണമേ, കരുണയായിരിക്കണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് ആത്മാർത്ഥമായ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ ലോകാതിർത്തികൾ വരെ പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കടന്നു ചെല്ലണമെന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ തിരുമനസ്സാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാൽ വചന പ്രഘോഷണത്തിന് വേണ്ടി ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിന് മുമ്പ് ഞങ്ങളെയൊക്കെ കർത്താവ് പരിശീലിപ്പിച്ചിരിക്കുന്ന ഇതാണ്: 1000 പേരാണ് ധ്യാനിക്കാനുള്ളതെങ്കിൽ 1000 പേരുടെ 10 ബന്ധുമിത്രാദികൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. അപ്പൊ 10,000 ആയി. 1000 പേരുടെ അയൽക്കാർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. 1000 × 100 അപ്പൊ എത്രയായി? 1,00,000 ആയി. 1000. സങ്കീർത്തനം 91:7 പറയുന്നു, 1000 നിന്റെ വലത്തുഭാഗത്തും 10,000 നിന്റെ ഇടത്തുഭാഗത്തും വീഴും. നിന്റെ ചുറ്റുമുള്ള 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും വേണ്ടി നീ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, തിരുരക്തം കൊണ്ടവരെ കഴുകണമേ, പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് കൊണ്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇത് 1000-ങ്ങളിലേക്ക് 10,000-ങ്ങളിലേക്ക് ജനലക്ഷങ്ങളിലേക്ക് ജനകോടികളിലേക്ക് യേശുവിന്റെ യോഗ്യതയാലുള്ള സൗജന്യ പാപമോചനം എത്തിച്ചേരുന്നു. അത്രയും പിശാച് അവരിൽ നിന്ന് വിട്ടുപോകുന്നു. അത്രയും അവർക്ക് ദൈവമേ എന്ന് നിഷ്കളങ്കതയോടെ വിളിക്കാൻ പറ്റുന്നു. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള കൃപ ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയം തുറക്കാൻ അവർക്ക് സാധിക്കുന്നു. അതിനാൽ അടിസ്ഥാനപരമായ സുവിശേഷ വേല, എല്ലാവർക്കും എപ്പോഴും ചെയ്യാവുന്ന സുവിശേഷ വേല, മധ്യസ്ഥ പ്രാർത്ഥന വഴി അനേകായിരങ്ങൾക്ക്, അനേക ലക്ഷങ്ങൾക്ക് യേശുവിന്റെ യോഗ്യതയാലുള്ള സൗജന്യ പാപമോചനം എത്തിച്ചു കൊടുക്കുക. സങ്കീർത്തനം 110:1 ദൈവം പറയുകയാണ്, മനസാന്തരപ്പെട്ട ഓരോ വ്യക്തിയോടും പറയുകയാണ്, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക, നീ എന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥനയെ ആരംഭിക്കുക. കോടതി കേസിന് പോകുന്നതിന് മുമ്പ്
വാക്ക് തർക്കത്തിന് പോകുന്നതിന് മുമ്പ് നിന്റെ എതിരാളിയിൽ ഒളിഞ്ഞിരിക്കുന്ന പിശാചി പുറത്തു പോകണം. അവന് പാപമോചനം കിട്ടിയാലേ ആ പിശാചി പുറത്തു പോവുകയുള്ളൂ. നീ ഒന്ന് പറഞ്ഞാൽ 10 ഇങ്ങോട്ട് പറയുന്നയാളായിരിക്കാം. അതിന് ദുഷ്പ്രേരണ കൊടുക്കുന്ന സാത്താൻ അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ഏതെങ്കിലും പാപം വഴി അവരിൽ കടന്നു വന്ന ആ സാത്താൻ പുറത്തു പോയാൽ മാത്രമേ നമ്മുടെ തർക്കങ്ങൾക്ക് അവസാനം ഉണ്ടാവുകയുള്ളൂ, കേസുകൾക്ക് അവസാനം ഉണ്ടാവുകയുള്ളൂ. അതിനാല് നീ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ഒരാൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ 1000 പേർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചാൽ അത് ചുറ്റുമുള്ള ലോകം മുഴുവനും നന്നാകാനിടയാകും. കെനിയയില് ജോലി ചെയ്യുന്ന നമ്മുടെ മിഷണറിമാർ അച്ഛന്മാരെ വിളിച്ച് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. അവർക്ക് 2000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ധ്യാന മന്ദിരം നെയ്റോബിയിൽ തന്നെയുണ്ട്. ജനം വന്ന് ധ്യാനത്തിൽ കൂടാറുണ്ട്. ഞങ്ങൾ നെയ്റോബി എയർപോർട്ടിൽ ചെന്നാൽ വിൻസെൻഷൻ അച്ഛന്മാരാണെന്ന് അറിഞ്ഞാൽ ഇതാ ഉടനെ അവിടെയുള്ള എല്ലാ ജോലിക്കാരും തന്നെ ഓടി വരും. ഒരു കടലാസ് കഷ്ണം പിടിച്ചിട്ടുണ്ട്, ഒരു വചനം തരണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ വചനം കിട്ടും. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ പോയി ധ്യാനം കൂടിയിട്ടുള്ളവരാണ്. അപ്പൊ അവര് ഞങ്ങളെ കണ്ടാൽ ഉടനെ ഓടി വരും. പ്രൈസ് ദി ലോർഡ്. 2000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലം, താമസിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല. എങ്കിലും ഒരുപാട് പേര് ധ്യാനം കൂടിയവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിക്ക എന്ന സ്ഥലത്ത് 10 ഏക്കർ സ്ഥലം ഒരാൾ ദാനമായിട്ട് കൊടുത്തത്. വേറൊരാൾ 75 ലക്ഷം രൂപ കൊടുത്തു. എന്നാൽ കെട്ടിടം പണിയാൻ സാധിക്കുന്നില്ല, തൊടാൻ സാധിക്കുന്നില്ല. കൊള്ളക്കാർ വന്നതെല്ലാം നശിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ അച്ഛന്മാർ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശം അവരോട് പറഞ്ഞു, അവിടെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു 40 കുർബാന ചെല്ലിക്ക്. കുർബാനയുടെ അനന്ത യോഗ്യതയാല് അവിടെ എല്ലാം അവൾക്ക് ആത്മരക്ഷ, പാപമോചനം കിട്ടാനും ആ പൈശാചികമായ ബന്ധനങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകാനും ഇടയാകും. അപ്പോ വളരെയധികം ശാന്തത കുർബാന ചെല്ലിച്ച ശേഷം ഉണ്ടായി. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മുഴുവൻ ജീവിതം ആവർത്തിക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതിനുശേഷം അവര് എന്നാലും പണി തുടങ്ങാൻ സാധിക്കാത്ത വണ്ണം ചില ആൾക്കാർ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ കെട്ടിടം ഒന്നും പണിയാൻ പറ്റുക അല്ലെങ്കിലും അവര് ഒരു പന്തൽ പോലെ എന്തോ വലിച്ചു കെട്ടി അവര് നിത്യാരാധന ആരംഭിച്ചു. അതോടുകൂടെ കൊള്ളക്കാരുടെ ശല്യം പരിപൂർണമായിട്ട് പിന്മാറി, അവിടുന്ന് മാറി പൈശാചിക പീഡ. അങ്ങനെ ഇരിക്കുമ്പോ അവിടെയുള്ള ജോൺ കറ്റാട്ടച്ചൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ നമുക്കിപ്പോ ശല്യമില്ല, കുർബാന എഴുന്നള്ളിച്ചുള്ള ആരാധനയൊക്കെ ആരംഭിച്ച ശേഷം എങ്കിലും ചുറ്റും ഒരുപാട് കൊലപാതകം നടക്കുന്നുണ്ട്. വലിയ ആയുധങ്ങളുമായി അവർ പണം ചോദിച്ച് ചെല്ലും. പണം കൊടുത്താലും കൊടുത്തില്ലേലും ചിലപ്പോൾ കൊന്നിരിക്കും. അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു കിട്ടിയ സന്ദേശം വിളിച്ചു പറഞ്ഞു, അവരോട് പറഞ്ഞു, ചുറ്റുമുള്ള 50,000 ക്രിമിനൽസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ തിരുരക്ത കടലിൽ മുക്കണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഓർക്കുമ്പോൾ ഒക്കെ പറയുക. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. തിരുരക്തം കൊണ്ട് കഴുകണമേ. തിരുരക്തം പാപം കഴുകിക്കളയും, പൈശാചിക പീഡ നിർവീര്യമാക്കും. 1 യോഹന്നാൻ 1:7 എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 1:7. 1 യോഹന്നാൻ 1:7. ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധമാക്കും. നമ്മളെയും കഴുകും, അവരെയും കഴുകും. നമ്മളെ കഴുകണമെങ്കിലോ നമ്മൾ പ്രകാശത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ മനസാക്ഷി ക്ലിയറാക്കണം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചാലേ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കുള്ളൂ. കാരണം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിവ് തന്നിട്ടുള്ളതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ആ അറിവില്ല. തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. വെളിപാട് 12:11 എല്ലാവരും ഒന്ന് പറഞ്ഞേ. വെളിപാട് 12:11. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്. ഈ കൊള്ളക്കാരിലും കവർച്ചക്കാരിലും ഒളിഞ്ഞിരിക്കുന്ന പിശാച് നിർവീര്യമാകണമെങ്കിൽ തിരുരക്തം എന്ന വാക്കുപയോഗിച്ച് തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ കർത്താവ് ദർശന പുസ്തകങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. തിരുരക്തം കൊണ്ട് കഴുകണമേ. 1 യോഹന്നാൻ 1:7. എന്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ. മരിയ വോൾത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്നുള്ള ദർശന പുസ്തകത്തിൽ
ഈശോ പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. മരിയ വോൾത്തോർത്ത 1960കളിൽ ജീവിച്ച ഒരു തളർവാദ രോഗിയാണ്. തളർവാദ രോഗിയായിരുന്നില്ല, ഒരു ഭ്രാന്തൻ തലയ്ക്കടിച്ച് ആയുഷ്കാലം തളർന്നു കിടന്ന ഒരു സ്ത്രീയാണ്. തളർവാദ കിടക്കയിൽ തളർന്നു കിടക്കുന്ന അവസരത്തിൽ ദർശനത്തിൽ കർത്താവിന്റെ ജീവിതം ഏതാണ്ട് ജനനം മുതൽ, മാതാവിന്റെ ജനനം മുതൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ബൈബിളിന് വിരുദ്ധമായിട്ട് യാതൊന്നും അതിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പുസ്തകത്തിൽ ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരുപാട് തിന്മ ചെയ്ത് കൂട്ടുന്നവരെ എൻ്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ എന്ന് നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ജോൺ കാറ്റാട്ടച്ചൻ നെയ്റോബിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഒരുപാട് ക്രിമിനൽസ്, ഒരുപാട് കൊല ചുറ്റുമുള്ള മനുഷ്യരെ കൊന്നുകൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു, 50,000 ക്രിമിനൽസിന് വേണ്ടി പ്രാർത്ഥിക്കുക, ചുറ്റുമുള്ള അനേകായിരം പേർക്ക് വേണ്ടി. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇപ്പൊ അവരുടെ പേര് പോലും ഈ പ്രദേശത്ത് കേൾക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കൈകൊട്ടി കർത്താവിനെ സ്തുതിച്ചേ. ഒരു 1.5 കൊല്ലങ്ങൾക്ക് ശേഷം അച്ഛൻ ഇവിടെ വന്ന അവസരത്തിൽ ഞങ്ങള് എറണാകുളത്ത് ഒന്നിച്ച് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പോ? ആ പ്രശ്നം പാടെ നീങ്ങിപ്പോയി. 50,000 പേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. അത്രയും പേരെ രക്ഷിക്കാൻ, 5 ലക്ഷമാണെങ്കിൽ അവരെയും രക്ഷിക്കാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴിവുണ്ട്. ഫ്രാൻസില് ഒരു പ്രവചന പുസ്തകത്തില് കർത്താവ് കൊടുത്ത സന്ദേശം ഇതാണ്, രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വലതുകരം ഉയർത്തി. രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണ്, അനന്തമാണ്. രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണ്, അനന്തമാണ്. രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണ്, അനന്തമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അടുത്ത്, നമ്മുടെ ഭവനത്തില്, നമ്മുടെ പരിസരത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ഇതുപോലെയുള്ള ഒരു 10,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്റെ ലോകം വിറകൊള്ളും. 10,000-ൽ നിന്ന് അവൻ പോകേണ്ട വരും. എന്നിട്ട് പോയില്ലെങ്കിലോ ഒരു 10,000 കൂടെ കൂട്ടുക, അല്ലെങ്കിൽ എന്നിട്ട് പോയില്ലെങ്കിലോ ഒരു 10,000 കൂടെ കൂട്ടുക. 1000 നിന്റെ വലത്തുഭാഗത്തും 10,000 നിന്റെ ഇടത്തുഭാഗത്തും വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അപ്പനും അമ്മയും മരണം കാത്തു കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രായാധിക്യത്തിൽ കഴിയുന്ന അവസരം, ഒരു 3 മാസം കൂടുമ്പോൾ ഞാൻ മലബാറിൽ എൻ്റെ വീട് കോടഞ്ചേരിയിൽ ഞാനൊന്ന് പോയിട്ട് തിരിച്ചു വരും ഒരു രാത്രി. പക്ഷേ എപ്പോഴും പോകാൻ പറ്റില്ല, ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഇപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ കർത്താവ് തന്ന പ്രാർത്ഥന, എൻ്റെ അപ്പനെയും അമ്മയെയും പോലെ പ്രായാധിക്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു 50,000 പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണമേ. എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് തന്നെ 50,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. ഓർക്കുമ്പോഴൊക്കെ 50,000 എന്നുള്ള ലിസ്റ്റുണ്ട്. അടുത്ത കാലത്താണ് കർത്താവ് കാണിച്ചു തന്നത്. സങ്കീർത്തനം 91:7 അത് കിടപ്പുണ്ട്. 1000 നിന്റെ വലത്തുഭാഗത്തും 10,000 നിന്റെ ഇടത്തുഭാഗത്തും വീഴും. നീ മധ്യസ്ഥം വഹിച്ചാൽ മതി, നീ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. യേശുവിന്റെ നാമത്തിന് അനന്ത യോഗ്യതയുണ്ട്. യേശുവിന്റെ നാമത്തിന് അനന്ത യോഗ്യത. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായി 28:18, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനുള്ള അധികാരമാണ്? കൊല്ലാനുള്ള അധികാരമല്ല, ചവിട്ടാനുള്ള അധികാരമല്ല, തൊഴിക്കാനുള്ള അധികാരമല്ല, ഇടിക്കാനുള്ള അധികാരമല്ല, കഴുത്തിന് പിടിക്കാനുള്ള അധികാരമല്ല, ഉന്തി വീഴിക്കാനുള്ള അധികാരമല്ല. രക്ഷിക്കാനുള്ള അധികാരം, പാപമോചനം നൽകാനുള്ള അധികാരം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലേക്ക് നയിക്കാനുള്ള അധികാരം, നിത്യജീവനിലേക്ക് നയിക്കുക. അതാണ് യേശു ചെയ്യുന്നത്. എങ്ങനെ? 1, യേശുവിന്റെ പീഡാസഹനം വഴി, യേശുവിന്റെ കുരിശുമരണം വഴി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സൗജന്യ പാപമോചനം. വിശ്വസിച്ചാൽ മതി. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. ഹൃദയ സിംഹാസനത്തിൽ യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുക.
1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അനേകം പേര് വലിയ തുക ബാങ്കിൽ പോയി കടമെടുത്ത് അതിന് പലിശയ്ക്ക് കടമെടുക്കുന്നതെല്ലാം ഹൃദയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടല്ല, തലയിൽ നിന്ന് വരുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. അത് സാത്താൻ കെണിയൊരുക്കുന്നൊരു സ്ഥലമാണിത്. ഉറക്കത്തിലും എല്ലാം അവൻ പെട്ടെന്ന് മുതലാളിയാകാനുള്ള, സമ്പന്നനാകാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അക്കവിട്ട് കാണിച്ചു കൊടുക്കും. അവൻ ചതിക്കുഴി ഒരുക്കുന്നതാണ്. നമുക്കുള്ള 5 സെന്റ് കൂടെ കളയാനുള്ള പരിപാടി അവൻ ഒപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും തലയിൽ നിന്ന് വരുന്ന ആലോചന അനുസരിച്ച് ചെയ്യരുത്. സ്വന്തം ഹൃദയം ചതിക്കുകയില്ല. ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമല്ല, നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിന്റെ ഉപദേശമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മളെ ചതിക്കുകയില്ലാത്ത, നമ്മുടെ വേദനയിൽ നമ്മോടൊപ്പം വേദനിക്കുന്ന, നമ്മുടെ വിജയത്തിൽ നമ്മോടൊപ്പം സന്തോഷിക്കുന്ന ഒരു ഉത്തമ സുഹൃത്തോ പ്രിയപ്പെട്ട ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അവരോട് ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേരും ആലോചിക്കാതെ ഒരു തീരുമാനവും എടുക്കരുത്. എടുത്താൽ ദൈവം അവിടെ ഉണ്ടാകുകയില്ല, സാത്താൻ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഭാര്യയും ഭർത്താവും പ്രായപൂർത്തിയായ മക്കളും ആലോചിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ ഉടനെ എടുത്തിടാൻ പറ്റിയല്ല. 1-2 ആഴ്ച പ്രാർത്ഥനയിൽ വെക്കേണ്ടി വരും. ഇടിപിടി എന്നുള്ള തീരുമാനത്തിൽ ദൈവം പ്രവർത്തിക്കുകയില്ല. പെട്ടെന്ന് കല്യാണം നടത്തുക, 2 ആഴ്ച, 1 ആഴ്ച, തലേ ദിവസം മനസമ്മതം, പിറ്റേ ദിവസം കെട്ട്. അങ്ങനെ ധൃതി പിടിച്ച് കെട്ടണ്ട. ചില സാവകാശം മതി ആലോചിക്കാനും പ്രാർത്ഥിക്കാനും. ദൈവമേ, ഇത് അങ്ങയുടെ തിരുമനസ്സുപ്രകാരമുള്ള കല്യാണം അല്ലെങ്കിൽ മാറിപ്പോകുക തന്നെ വേണം എന്നാ പ്രാർത്ഥിക്കേണ്ടത്. നീ ഒരുക്കി തന്ന കല്യാണം അല്ലെങ്കിൽ മാറിപ്പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. എടുത്തിയാട്ടമോ പെട്ടെന്നുള്ള തീരുമാനം ഒന്നും നമുക്ക് വേണ്ട. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ പുറമേയുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ മുകളിലുണ്ട്, നമ്മോടൊപ്പമുണ്ട്. ആ ദൈവം നമ്മോട് സംസാരിക്കും, സൽപ്രേരണ നൽകും. ധൃതി പിടിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. അങ്ങനെ ധൃതി പിടിച്ചെടുത്ത പല തീരുമാനങ്ങളും പിന്നീട് കൈവിട്ടു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വിടാതെ നമ്മൾ കുഴങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം കുടുംബം സ്ഥാപിച്ചുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്ത്രീയും പുരുഷനുമായി, ഭാര്യയും ഭർത്താവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ അവര് തമ്മിൽ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഹവ്വ ആ വിഷക്കനിയുടെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. തന്നെ സൊള്ളിയടിക്കാൻ പോയതായിരിക്കുള്ളൂ ഭർത്താവിനെ വിട്ടിട്ട്. ആ സമയത്താണ് ആ വിഷക്കനി വൃക്ഷത്തിൽ പാമ്പ് കയറിയിരുന്ന് അവളോട് സംസാരിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചവർ അതുപോലെ പരസ്പരം ആലോചിച്ചും പ്രാർത്ഥിച്ചും വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. പരസ്പരം വിധേയപ്പെടണം. ഭാര്യയുടെ ശിരസ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം. ഭർത്താവിന്റെ ശിരസ് യേശു. അങ്ങനെ ആവുമ്പോൾ യേശുവിന്റെ ശിരസിന്റെ കീഴിലാണ് നമ്മളെല്ലാവരും. അപ്പൊ യേശുവിനോട് ആലോചന ചോദിക്കാതെ ഒരു ചാട്ടവും വേണ്ട, ഒരെടുത്തിയാട്ടവും മറിച്ചിലും വേണ്ട. സമയമെടുത്താലും സാവധാനത്തിൽ ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 32:8 പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിന്നെ ഉപദേശിക്കാം, നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. ആരാണിത് പറയുന്നത്? 740 കോടി ജനത്തിന് ഭക്ഷണം കൊടുക്കുന്നവൻ, 740 കോടി ജനത്തിന് പ്രാണവായു കൊടുക്കുന്നവൻ, 740 കോടി ജനത്തിന് ബുദ്ധിശക്തി കൊടുത്തവൻ, ജീവിതം കൊടുത്തവൻ, 740 കോടി ജനത്തിന് വേണ്ടതെല്ലാം കൊടുക്കുന്നവൻ പറയാണ്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. യോഹന്നാൻ 10:27 ഈശോ പറയുന്നു, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. നിത്യജീവനാണ് ലക്ഷ്യം. ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളല്ല ലക്ഷ്യം. അതുകൊണ്ട് യേശു 33-ാമത്തെ വയസ്സിൽ മരിക്കാൻ മടി കാണിച്ചില്ല. പിതാവിന്റെ സമയം
അപ്പസ്തോലന്മാരെല്ലാവരും യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും കൊല്ലപ്പെടുന്നതിൽ, യേശുവിന് വേണ്ടി മരിക്കുന്നതിൽ ആനന്ദിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകം അത്ര പ്രധാനപ്പെട്ടതല്ലെന്ന് എല്ലാവരും ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാൽ വിശുദ്ധ അൽഫോൻസാമ പുണ്യവതി പറഞ്ഞു, സഹനമില്ലാത്ത ദിവസം നഷ്ട ദിവസം. എന്തിനാ സഹനം? പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം. ഒരാൾ പോലും നശിച്ചു പോകാതെ ലോകമെമ്പാടുമുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഈ ആഗ്രഹമില്ലെങ്കിൽ എന്താന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കാലത്ത് എഴുന്നേൽക്കുമ്പോഴും ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കൊച്ചുങ്ങളും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയാലും അത്, പള്ളിയിൽ പോയാലും അത്, കിടക്കാൻ പോയാലും അത്. ഈ ഇട്ടാവട്ടത്തിലുള്ള പ്രാർത്ഥന കൊണ്ട് ഒരാളും ഗതി പിടിക്കുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. ലൂക്കാ 3:6 എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം. വലത് എല്ലാവരും ഒന്ന് പറഞ്ഞേ, വലത് കരം ഉയർത്തി. ലൂക്കാ 3:6 ലൂക്കാ 3:6 എല്ലാവരും രക്ഷ പ്രാപിക്കണം. 2 പത്രോസ് 3:9 ഒരാൾ പോലും നശിച്ചു പോകരുത്. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ 59:1 രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം എന്റെ ചെവിക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പരമപ്രധാനമായ വിഷയം മറന്നിട്ട് ചെറിയ കാര്യത്തിന് വേണ്ടി ആയുഷ്കാലം മുഴുവൻ പ്രാർത്ഥിക്കുക. ഒരു പരീക്ഷ ജയിക്കണം, ഒരു ജോലി കിട്ടണം, ഒരു വീട് വേണം. കർത്താവ് പറയുന്നു മലയിലെ പ്രസംഗത്തില്, മത്തായി 6:33, ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താല് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? തന്റെ മുമ്പിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുവാൻ വേണ്ടി. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിന്റെ യോഗ്യതയെ പ്രതി നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മള് ഇന്നിവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? യോഹന്നാൻ 15:16 നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനുമായി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തു ഫലങ്ങളാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്? ഒരിക്കല് ഒരു പ്രായം ചെന്ന വികാരിയച്ഛൻ പല പ്രാവശ്യം വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം കൂടാൻ വന്നപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്താണ് അച്ഛൻ എല്ലാ ധ്യാനത്തിനും ഇങ്ങനെ വരുന്നത്? അച്ഛൻ പറഞ്ഞു, ഞാൻ പല ധ്യാനം കൂടി എൻ്റെ തലയിലെ കൈവച്ച് പ്രാർത്ഥിച്ചു, എനിക്കൊരു മാറ്റവും കാണുന്നില്ല, ഒരു ഉണർവും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ധ്യാനിക്കാൻ വരുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം ധ്യാനം കഴിഞ്ഞ്, വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി. തിങ്കളാഴ്ച എന്നെ കാണാനായിട്ട് പോട്ടെ ആശ്രമത്തിൽ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തുണ്ട് വിശേഷം? ഇപ്രാവശ്യത്തെ ധ്യാനം ഫലിച്ചു, അത് പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താന്ന് ചോദിച്ചു. ഇപ്പോൾ ബൈബിള് വായിക്കുമ്പോൾ അതിന് പുതിയ നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈശോ ഈ കഴിഞ്ഞ ധ്യാനം കഴിഞ്ഞ് ശനിയാഴ്ച വെള്ളിയാഴ്ച അവിടെ ചെന്നു. ഞായറാഴ്ചത്തെ ബൈബിൾ വായന തലേ ദിവസം തന്നെ എടുത്തു നോക്കി. എന്താണ്? ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗമാണ് കണ്ടത്. ഈശോയും ശിഷ്യന്മാരും ഒരു മിഷനറി യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വിശന്നു. ചുറ്റും നോക്കി എവിടുന്നെങ്കിലും എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ. ധാരാളം ഇലതൂർന്ന കമ്പുകളോടുകൂടിയ ഒരു അത്തിവൃക്ഷം കണ്ടു. അതിൻ്റെ ചുവട്ടിൽ ചെന്ന് നോക്കി എന്തെങ്കിലും ഫലങ്ങൾ കാണുമോ എന്നറിയാൻ. അത്തിപ്പഴം ഒന്നും ഇല്ലായിരുന്നു.
ഈശോ ആ അത്തിവൃക്ഷത്തെ ശപിച്ചു. ഇത് ഉണങ്ങിപ്പോകട്ടെ. പിറ്റേ ദിവസം ശിഷ്യന്മാർ ആ വഴിക്ക് പോയപ്പോ ആ വൃക്ഷം ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. അതെല്ലാം സഹിക്കാം. അതിൻ്റെ അടിയിൽ സുവിശേഷം എഴുതിയ ആൾ ഒരു വാചകവും കൂടി എഴുതി വെച്ചു. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമായ യേശു എന്തുകൊണ്ട് ആ സമയത്ത് ഫലം തേടി അവിടെ പോയി? വിശന്നിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫലമില്ലെന്ന് കണ്ടിട്ട് എന്തുകൊണ്ട് അത്തിവൃക്ഷത്തെ ശപിച്ചു? ഇത് വായിക്കുമ്പോഴെല്ലാം ആ വികാരിച്ചൻ പറഞ്ഞ് എനിക്ക് ദേഷ്യം തോന്നുന്നു യേശുവിനോട്. യേശു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ശപിക്കാൻ പാടില്ലായിരുന്നു. കാരണം അത് അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്ന കാലമായിരുന്നില്ല. അപ്പൊ ഈ ഭാഗം, ഈ സുവിശേഷ ഭാഗം എന്നെല്ലാം വായിച്ചോ അന്ന് ഞാൻ യേശുവിനെ കുറ്റം വിധിച്ചിട്ടുണ്ട്. യേശു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ധ്യാനം കഴിഞ്ഞ് ഞാൻ ചെന്ന് ഞായറാഴ്ചത്തെ വായന ഏതാണെന്ന് നോക്കിയപ്പോൾ ഇതാണ്. അന്ന് ശനിയാഴ്ച വൈകുന്നേരം ഇതും വായിച്ച് ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ ഉള്ളിൽ ഒരു വാചകം ആവർത്തിച്ചു കൊണ്ടിരുന്നു, ടേപ്പ് റെക്കോർഡിൽ എന്ന പോലെ. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. ഈ വാചകം തന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ടേപ്പ് റെക്കോർഡിൽ എന്ന പോലെ. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റു, ഇതാ ആ സ്വരം വീണ്ടും കേൾക്കുന്നു. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. അത് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. ഇത് ലോകാവസാനത്തെ കുറിച്ചുള്ള വചനമാണ്. ഫലങ്ങൾ കായ്ക്കാത്ത സമയത്ത് ഫലം തേടി വരുന്നവനാണ് യേശു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്രയേ ഉള്ളൂ. മങ്ങിയ രന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ എൻ മരണത്തിന് സന്ദേശവുമായി വന്നിരിക്കും. ഞാൻ ഒരു നിമിഷം ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞു, സമയം തെല്ലും തന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മരണം കഴിഞ്ഞ് വിധിയിലേക്ക് പോകുന്നു. അപ്പോഴാണ് അറിയുന്നത്, ഞാൻ 50 കൊല്ലം ജീവിച്ചു, 60 കൊല്ലം ജീവിച്ചു, 70 കൊല്ലം ജീവിച്ചു, ദൈവരാജ്യത്തിന് വേണ്ടി ഫലങ്ങൾ നേടിയിട്ടില്ല. വെറും ഞായറാഴ്ച ക്രിസ്ത്യാനിയായി ഞാൻ ജീവിച്ചു. പള്ളിയിൽ പോകും, കുമ്പസാരിക്കും, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. യേശു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നത്. ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം അതാണ്. ഒന്നാമത്തെ കാര്യം, പാപത്തിലും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോകുന്ന അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുക്കണം. ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക. ഒരു ചാൺ വയറിന് വേണ്ടി ജീവിച്ചാൽ പോരാ. പിന്നെയോ ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അനേക രീതിയിൽ പാപം ചെയ്ത് നശിച്ചു പോകുന്ന ലോക ജനകോടികൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് പരിത്യാഗ കൃത്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് സഹനങ്ങൾ കാഴ്ചവെക്കേണ്ടത്? ഇത് നമ്മൾ പരിശീലിക്കണം, നമ്മൾ അറിയണം, നമ്മൾ അന്വേഷിക്കണം. ഹല്ലേലൂയ. 11ാമത്തെ വയസ്സില് വ്യഭിചാരത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് അലക്സാണ്ടറിന്റെ കുത്തേറ്റ് മരിക്കുന്ന മരിയ കുര്യത്തി കുത്തേക്കുന്ന അവസരത്തിലും പറഞ്ഞു, അലക്സാണ്ടറെ, നീ പാപം ചെയ്താൽ നിത്യമായി നശിക്കും. ആശുപത്രിയിൽ കിടക്കുമ്പോഴും അവള് പ്രാർത്ഥിച്ചു അലക്സാണ്ടറിന്റെ മാനസാന്തരത്തിന് വേണ്ടി. തന്റെ മരണത്തെക്കുറിച്ച് അവൾക്ക് ദുഃഖമില്ലായിരുന്നു. അതാണ് ദൈവത്തിന്റെ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരുടെയും രക്ഷ, ലോകം മുഴുവന്റെയും രക്ഷ. അതിന് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് 2 കൊച്ചുങ്ങളുമുണ്ട്, ഒരു ഭർത്താവുമുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു അപ്പനും അമ്മയുണ്ട്. ആ കൊച്ചു ലോകത്തിൽ ജീവിച്ചാൽ മതിയോ? യേശുവിനെ അനുഗമിക്കുക, യേശുവിന്റെ പദ്ധതികൾ മനസ്സിലാക്കുക, ഇത് അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? 1, മധ്യസ്ഥ പ്രാർത്ഥന. 2, ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകം മുഴുവന്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും
ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ